से क्योंकि ब्रेक मिलना चाहिए. ആ ഒരു ദിവസം നമുക്ക് വിമൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കും. I guess to remind ourselves that we are important. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആവശ്യമുണ്ട്. റിസർവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വീക്ക് പോപ്പുലേഷനാണ് കൊടുക്കുന്നത്. കുറച്ചും കൂടി വീക്കാണെന്ന് കരുതിയിട്ടായിരിക്കും റിസർവേഷൻ ഉള്ളത്. പക്ഷേ അതിൻ്റെ ഇപ്പോൾ ആവശ്യമില്ല. തീർച്ചയായിട്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആവശ്യമില്ല എന്നാണ്. ആവശ്യമില്ല. അവർ സമൂഹത്തിൽ ഒറ്റ ഇതുമായിട്ട് പോകണം. ആക്ച്വലി ഇപ്പോഴത്തെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അത്യാവശ്യം നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിലൊക്കെയാണ് വിമൻസ് ഇഷ്യൂസ് കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇക്വാലിറ്റി ആയെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ തന്നെ കണ്ടിട്ടുള്ള ഞങ്ങളുടെ അപ്പയ്ക്ക് ഒരു മെയിൻ പവർ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ്. അതിനൊരു മാറ്റം വരണം. വേണം, നന്നായിട്ട് തീരുമാനം എടുക്കണം. ഇപ്പോഴും കുറേ ഉള്ളോട്ട് സ്ഥലങ്ങളിൽ ഇപ്പോഴും അവർ താഴെ തന്നെയല്ല. പല കാര്യങ്ങൾക്കും അവർക്ക് ഒപ്പീനിയൻ പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. സോ അവർക്ക് റിസർവേഷൻ വേണം. റിസർവേഷൻ ആവശ്യമില്ല, നോർമൽ എല്ലാവർക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. നിയമങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ബസ് പോകുമ്പോൾ പ്രത്യേക സീറ്റ്, പിന്നെ സ്ത്രീകൾക്ക് കുട്ടിയെ കൊണ്ടുവരുമ്പോൾ എണീറ്റ് കൊടുക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. മാറണ ചേഞ്ച് വരുന്നത്, ആണുങ്ങളെ ഡ്രസ്സൊക്കെ ഇട്ട് ഇടാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമം ഉണ്ട്. എനിക്കറിയത്തില്ല. ചിന്തിച്ചിട്ടില്ല. हमें तो खुली जिंदगी जी सकते हैं, लेकिन दूसरा जगह जो है साउथ है, नॉर्थ में है जो वहाँ नहीं जी सकते खुली जिंदगी कई जगह. लेकिन अभी थोड़ा बदलाव आ रहा है. എല്ലാം മാറണം. ഇപ്പോഴുള്ള ഒരെണ്ണം പോലും മാറിയിട്ടില്ല. പറച്ചിൽ മാത്രമേ മാറ്റങ്ങൾ നടക്കുന്നുള്ളൂ, ഒന്നും മാറിയിട്ടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ ആയിട്ടുള്ള ഇത് വേണം. ഈക്വൽ ആവണം. ആണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ കാണുന്ന ഒരു കാഴ്ചപ്പാട് അതൊന്ന് ജസ്റ്റ് മറിപ്പോൾ ഏതെങ്കിലും ഗേൾസ് ഒരു ഷോർട്ട് ഡ്രസ് ഇടാണെങ്കിൽ അങ്ങനെ ഒരു നോട്ട്, അങ്ങനത്തെ കുറച്ച് വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എഡ്യൂക്കേഷൻ്റെ ആയാലും ജോലി ചെയ്യുന്നിടത്ത് എല്ലാത്തിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അതാണ് എനിക്ക് തോന്നിയൊരു ചേഞ്ച് വേണം എന്നുള്ളത്. ഡൗറി കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ലോസ് ഉണ്ടെങ്കിൽ പോലും പേരൻസ് ബാക്കിയുള്ളവരെന്ത് വിചാരിച്ചിട്ടെങ്കിലും അവർ കൊടുക്കുന്നുണ്ട്. മാരേജിന് ശേഷം പൊതുവെ ഒരു ഇതാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കണം എന്നൊരിത്. ആ ഒരു ഇതൊക്കെ മാറണം. I think whoever is doing a mistake, we have to make him realize the mistake. Normally the lady is being harassed by men only, to be frank. So they should be taught that your mother is a lady, your sister is a lady, your wife is a lady. സമൂഹത്തിൽ അപ്പോൾ ആ ഇക്വാലിറ്റി ഉണ്ടോ? ഈക്വാലിറ്റി ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പുരുഷമേധാവിത്വമാണ്. So yes, inequality still exists and our society is yet to break away from patriarchy and the bias that flows from it. The Constitution provides exclusive rights to women for their protection and development. The framers of the Indian Constitution were conscious about the fact that women in India have been socially and economically handicapped for centuries, which led to less participation in socio-economic activities. Article 15 protects women from any kind of discrimination. The Constitution also talks about gender equality and guides the governments to make laws to ensure equal rights for all and to support equal pay for equal work. In that sense, our Constitution is very much feminist because feminism is about the disruption of social hierarchies, and that is what the Constitution intends to do. Ironically, the Constituent Assembly that was responsible for the drafting of the Constitution had 299 members, among which only 15 were women, which was only 5% of the total members. This indicates the fact that even after striving to promote equality, the very process of drafting the Constitution was underrepresented by women. Likewise, in the year 1950, the participation of women in the parliament was 5%. Even after 72 years, it has only had a mere increase of 9%. And the very bill to reserve 33% of seats for women has been pending for several years now. All this should make us aware of the bias that persists in our minds and our society.
As we find solace under the umbrella provisions that are meant to promote an equal world, are we really close to a world free of bias? Even in the era of work from home, in spite of all the safety nets that laws provide, women are still subjected to structural discrimination and internalized misogyny, which creates bias. And the theme of Women's Day 2022 rightfully is to break this bias, a world free of bias, stereotypes, and discrimination. A world that is diverse, equitable, and inclusive. A world where difference is valued and celebrated. Let's celebrate a Women's Day free of bias. I think women are really strong, and we can't live without women, girls in the world.